മോദി ഭരണത്തിൽ ജനാധിപത്യം ദുർബലപ്പെടുന്നുവെന്ന് കോളേജ് വിദ്യാർത്ഥികൾ. അമ്പലപ്പുഴയുടെ സാംസ്കാരികോത്സവമായ തോട്ടപ്പള്ളി ഫെസ്റ്റിവലിലാണ് വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ. വോട്ടുകൊള്ള, വോട്ടർമാരെ പുറന്തള്ളുന്ന ബീഹാർ മോഡൽ SIR, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയ കേന്ദ്ര സർക്കാർ, സുപ്രീം കോടതി ഇടപെടൽ, വഖഫ് ബില്ലിലെ സംഘപരിവാർ ഹിന്ദുത്വ അജണ്ട ഇവയെല്ലാം എണ്ണിപ്പറഞ്ഞാണ് മോദി ഭരണവും സംഘപരിവാറും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചത്. ചെങ്കോല് വരെ ഒരു രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നുപോകുന്നത്. ഭരണഘടനയ്ക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് കുടപിടിക്കുന്ന രീതിയിലാണ് പല ആൾക്കാരും ഇതിന് മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ SD കോളേജിലായിരുന്നു യൂത്ത് സ്പീക്ക് സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ കോളേജുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ടീമുകളാണ് സംവാദത്തിൽ ഉണ്ടായിരുന്നത്. കൈരളി ന്യൂസിന്റെ ന്യൂസ് ഡയറക്ടർ ശരത് ആയിരുന്നു മോഡറേറ്റർ. ജനാധിപത്യത്തെ ചർച്ച ചെയ്യുമ്പോൾ ഈ ജനാധിപത്യത്തിന് ആധാരമായി വരുന്ന ഈ ഘടകങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, നമ്മുടെ പൗരാവകാശങ്ങൾ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഉറപ്പു തരുന്ന മൗലിക അവകാശങ്ങൾ, ഇതൊക്കെ ദുർബലപ്പെടുന്നു, അപകടത്തിലാകുന്നു എന്ന് പറയുന്ന ചർച്ചകളും പ്രശ്നങ്ങളും സംഭവങ്ങളും ജനാധിപത്യത്തെയാണ് ആത്യന്തികമായി ദുർബലപ്പെടുത്തുന്നത്. വിമർശനത്തെ നിശബ്ദമാക്കുന്ന ഭരണകൂടം രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനത്തെയും ദുർബലമാക്കുന്നുവെന്ന ഉറച്ച നിലപാടും ടീമുകൾ അവതരിപ്പിച്ചു. ബുൾഡോസർ രാജും അപരമത വിദ്വേഷവും പതിവ് കാഴ്ചയായ രാജ്യത്ത് ധ്രുവ് റാട്ടിയെപ്പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിയും കുട്ടികൾ വാചാലരായി. കേരളത്തെ ജനാധിപത്യ സംരക്ഷണത്തിന്റെ തുരുത്തായും തോട്ടപ്പള്ളി ഫെസ്റ്റിൽ യുവത വിലയിരുത്തി. ഒരു ചേരിയെ ഫുള്ള് ഇടിച്ചു പൊളിച്ച് കളഞ്ഞേക്കുക. ബുൾഡോസർ രാജ് എന്ന് പറയും, നമ്മൾ ഇവിടെ പത്രങ്ങളിലൊക്കെ പറയും ബുൾഡോസർ രാജ്, ഫുൾ ഇടിച്ചങ്ങ് കളഞ്ഞേക്കുക. പക്ഷേ അന്ന് ധ്രുവറാട്ടി പറഞ്ഞത് ഇത് പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചെയ്തത് അടിയന്തരാവസ്ഥ കാലത്താണ്. പക്ഷെ ഇന്ന് ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം അന്ന് ചെയ്യാൻ ഒരു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് വേണമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ അടിയന്തരാവസ്ഥയുടെ ആവശ്യമില്ല. നമ്മളുടെ കറന്റ് ഗവൺമെന്റിന് അങ്ങനെ അടിയന്തരാവസ്ഥയുടെ ആവശ്യമേ ഇല്ല. ഈ കാലത്ത് ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു ഏത് സംസ്ഥാനം? UP ആരാ മുഖ്യമന്ത്രി? യോഗി ആദിത്യനാഥ്. സംവാദത്തിൽ പങ്കാളികളായ കുട്ടികൾക്ക് H. സലാം MLA ഉപഹാരം നൽകി. കൈരളി ന്യൂസ്, ആലപ്പുഴ.